First question, find the principal value of sine inverse of 1 by 2. Okay, so ഈ ആൻസർ കണ്ടെത്താൻ ഫസ്റ്റ് റീകോൾ ചെയ്യേണ്ടത് എന്താ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലെ? അതെന്താന്ന് നമുക്കറിയാം. എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2. അതായത് നമുക്ക് കിട്ടേണ്ട ആൻസർ ഈ ഇന്റർവെല്ലിന് അകത്തായിരിക്കണം. സോ 11th ഗ്രേഡിൽ പഠിച്ച സ്റ്റാൻഡേർഡ് ആംഗിൾസ് ഓർക്കാം. സൈൻ 30 ആയിരുന്നു, അഥവാ π/6 ആയിരുന്നു എന്ത്? 1/2 എന്ന് പറയുന്നത് അല്ലെ? സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയുന്നത് എന്താണ്? π/6 ആണ്. ഇനി നോക്കാം, ഈ π/6 എന്ന് പറയുന്നത് ഈ ഇന്റർവെല്ലിന് അകത്ത് തന്നെയാണോ? അതെ. സോ ഇതിന് ആൻസർ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയുന്നത് π/6 ആണെന്ന് ഓർക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു കോസ് ഓഫ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഓക്കെ, സോ ഇതിനകത്ത് സൈൻ ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു അല്ലെ? അത് π/6 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു കോസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് π/6 ആണ്. ഓക്കെ, 2ഉം 6ഉം ഗോട്ട് ക്യാൻസൽ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് π/3 ആയി. ഓക്കെ, ഇനി കോസ് π/3 അല്ലെങ്കിൽ കോസ് 60ന്റെ വാല്യൂ നമുക്കറിയാം. എന്താണ്? 1/2 ആണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു 1/2. 2ഉം 2ഉം ഗോട്ട് ക്യാൻസൽ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് നമുക്കറിയാം അല്ലെ? അതെന്താണ്? ഓപ്പൺ ഇന്റർവെൽ -π/2 π/2 ആണ്. ഇപ്പോ 11th വീണ്ടും പഠിച്ച സ്റ്റാൻഡേർഡ് ആംഗിൾ ഓർക്ക. എന്താണ്? ടാൻ 45 അല്ലെങ്കിൽ ടാൻ π/4 ആയിരുന്നു എന്ത്? 1. ആൻഡ് ഈ π/4 ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ -π/2 π/2 ആണെന്ന് സംശയമില്ല അല്ലെ? സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1ന്റെ വാല്യൂ എന്താണ്? ഇതിനകത്തുനിന്ന് ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ എന്താണ്? π/4 ആണെന്ന് ഉറപ്പിക്കാം.